ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ദേവാംഗന ആനന്ദ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ എത്ര റാങ്കുള്ള കുട്ടികൾക്കാണ് ഗവൺമെൻറ് സീറ്റ് കിട്ടാനായിട്ട് ചാൻസ് ഉള്ളത് എന്നൊരു വീഡിയോ ആണിത്. അപ്പോൾ എല്ലാവരും തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് തന്നെ കാണാനായിട്ട് ശ്രദ്ധിക്കുക. ഇതിൽ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. ആദ്യം തന്നെ പറയാം, അതായത് ഇവിടെ ഞാൻ സെൽഫ് ഫിനാൻസിങ് കോളേജിനെയും അതേപോലെ തന്നെ ഗവൺമെൻറ് കോളേജിനെയും ബേസ് ചെയ്താണ് പറയുന്നത്, പ്രൈവറ്റ് കോളേജിനെ ബേസ് ചെയ്തല്ല. അപ്പോൾ ഇവിടെ ഗവൺമെൻറ് കോളേജ് അതേപോലെ തന്നെ സെൽഫ് ഫിനാൻസിങ് കോളേജിനെ ബേസ് ചെയ്ത് അതിൻ്റെ പേഴ്സൻറ്റേജും റാങ്കും ഒക്കെ ബേസ് ചെയ്തിട്ടാണ് ഇവിടെ ഞാനിപ്പോൾ എത്ര റാങ്ക് വരെയുള്ള കുട്ടികൾക്കാണ് നമുക്ക് സീറ്റ് കിട്ടാനായിട്ടുള്ള ചാൻസ് എന്ന് പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ എല്ലാ കാറ്റഗറി സ്റ്റുഡൻസിൻ്റെ കാര്യം ഇവിടെ കറക്റ്റായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണുക. അതേപോലെ തന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ടോട്ടലായിട്ട് 14 മെഡിക്കൽ കോളേജാണ്, ഗവൺമെൻറ് മെഡിക്കൽ കോളേജസ് ആണ് ഉള്ളത്. അത് ഏതൊക്കെയാണെന്ന് എല്ലാ കുട്ടികൾക്കും അറിയാമായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്നാലും അറിയാത്ത കുട്ടികൾക്കായിട്ട് ഞാൻ പറയാം. അതായത് ഗവൺമെൻറ് കോളേജ് ഓഫ് നഴ്സിംഗ് ആലപ്പുഴ, പിന്നെ കണ്ണൂർ, കോഴിക്കോട്, കോട്ടയം, തൃശ്ശൂർ, തിരുവനന്തപുരം, കൊച്ചി, കൊല്ലം, മഞ്ചേരി, പത്തനംതിട്ട, കാസർഗോഡ്, ഇടുക്കി, വയനാട്, പാലക്കാട്. ഇത്രയാണ് നമുക്ക് മൊത്തം ഗവൺമെൻറ് മെഡിക്കൽ കോളേജസ് ഉള്ളത്. ഇത്രയും ഗവൺമെൻറ് കോളേജിൽ ആർക്കൊക്കെ ഏതൊക്കെ കാറ്റഗറിയിലുള്ളവർക്ക് എത്ര റാങ്ക് വരെ ഉള്ള കുട്ടികൾക്ക് അഡ്മിഷൻ അല്ലെങ്കിൽ സീറ്റ് ലഭിക്കുമെന്നാണ് ഇവിടെ പറയാനായിട്ട് പോകുന്നത്. ഈ ഒരു വീഡിയോ കാണുന്നതിലൂടെ ആർക്കൊക്കെ സീറ്റ് ലഭിക്കുമെന്ന് കറക്റ്റായിട്ട് തന്നെ മനസ്സിലാകുന്നതായിരിക്കും. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് തന്നെ എല്ലാവരും തന്നെ കാണുക. അതേപോലെ തന്നെ നമ്മൾ പ്രോസ്പെക്ടസ് നോക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും, അതായത് റിസർവേഷൻ പേഴ്സൻറ്റേജ് എന്ന് പറഞ്ഞ ആ ഒരു ഭാഗം. അപ്പോൾ ഞാൻ ഓൾറെഡി ഇവിടെ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് നേരത്തെ തന്നെ നിങ്ങളോട് പറഞ്ഞല്ലോ, അതായത് ഗവൺമെൻറ് കോളേജ് നമുക്ക് മൊത്തം 14 മെഡിക്കൽ കോളേജാണ് വരുന്നത്. അപ്പോൾ ആ ഓരോ കോളേജിലും നമുക്ക് എത്ര സീറ്റ് ഉണ്ടെന്നുള്ളത് അതിൽ തന്നെ നമുക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ സീറ്റുകളെല്ലാം കൂടി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു വാല്യൂ എന്ന് പറയുന്നത് 1090, അതായത് 1090. അതായത് 1090 കുട്ടികൾക്ക് ഉറപ്പായിട്ടും ഗവൺമെൻറ് കോളേജിൽ സീറ്റ് കിട്ടും. അത് ആരൊക്കെയാണെന്നാണ് നമ്മളിപ്പോൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ ഒരു 1090 കുട്ടികൾക്കും ഓരോ കാറ്റഗറിയിലും വരേണ്ട റാങ്ക് എത്രയാണെന്നാണ് നമ്മളിപ്പോൾ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്ത് പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം റിസർവേഷൻ പേഴ്സൻറ്റേജ് വിധം തുടങ്ങാം. നമ്മൾ ഫസ്റ്റിൽ നോക്കുന്ന സ്റ്റേറ്റ് മെറിറ്റാണ്. അപ്പോൾ അതാണ് SM എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ സ്റ്റേറ്റ് മെറിറ്റിലെ പേഴ്സൻറ്റേജ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 60% ആണ് സ്റ്റേറ്റ് മെറിറ്റിലെ പേഴ്സൻറ്റേജ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഒരു കാര്യം പറയാം, അതായത് ഞാനിപ്പോൾ കഴിഞ്ഞ വർഷത്തെ ബേസ് ചെയ്താണ് പറയുന്നത്. എല്ലാ വർഷവും ഇതേപോലെ തന്നെ ആയിരിക്കും വരുന്നത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, അതായത് മൊത്തം സീറ്റ്സ് വരുന്നത് 1090 ഇപ്പോൾ നമുക്ക് സീറ്റ് കൂടുകയാണെന്നുണ്ടെങ്കിലും ഞാനിപ്പോൾ ഈ പറയുന്ന പോലെ നിങ്ങൾ ആ ഓരോ ടോട്ടൽ സീറ്റ് വെച്ച് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാൽ മതിയാവും. ഓക്കെ, അപ്പോൾ നമുക്ക് ടോട്ടൽ സീറ്റ് വരുന്നത് 1090. അതേ ഡിവൈഡഡ് ബൈ 2 എന്ന് പറയുന്നത് നമുക്ക് 545 ആണ് ലഭിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ നോക്കുമ്പോൾ 545 വന്നത്. ഈ ഒരു 545 മുകളിലോട്ടുള്ള എല്ലാ കുട്ടികൾക്കും, അതായത് 533, 534, 544, 543 അങ്ങനെയുള്ള ആ ഒരു റാങ്കിലുള്ള കുട്ടികൾക്കൊക്കെ തന്നെ ഉറപ്പായിട്ടും ഗവൺമെൻറ് കോളേജസിൽ സീറ്റ് ലഭിക്കുന്നതായിരിക്കും എന്ന് കരുതി നമ്മളിപ്പോൾ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ നമുക്ക് കിട്ടണം, ആലപ്പുഴയാണ് നമ്മുടെ വീട്, ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ തന്നെ കിട്ടണമെന്ന് വിചാരിച്ചാൽ ചിലപ്പോൾ കിട്ടിയെന്ന് വരത്തില്ല. എന്തായാലും ഗവൺമെൻറ് മെഡിക്കൽ കോളേജസിൽ തന്നെ കിട്ടും. നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഗവൺമെൻറ് കോളേജിൽ കിട്ടുമില്ലോ എന്നുള്ളത് നമുക്ക് അലോട്ട്മെൻറ്റ് വരുമ്പോഴേ അറിയാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ ഞാൻ ഈ പറഞ്ഞത് ക്ലിയർ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി നെക്സ്റ്റ് വരുന്നത് ഫോർവേഡ് കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് ബിലോങ്ങിങ് ടു EWS കാറ്റഗറി. അതെന്ന് പറയുന്നത് നമുക്ക് പേഴ്സൻറ്റേജ് 10% ആണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ നമ്മൾ നോക്കി കഴിയുമ്പോൾ ടോട്ടൽ സീറ്റ് 1090 നിന്നും ഡിവൈഡഡ് ബൈ ആ ഒരു 10% നമ്മൾ കുറയ്ക്കാം. അത് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് 109 ആണ് കിട്ടുന്നത്. അപ്പോൾ ഏകദേശം 109 സീറ്റാണ് നമുക്ക് ഈ EWS കാറ്റഗറിയിലുള്ളവർക്ക് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ കാൽക്കുലേറ്റ് ചെയ്ത് പറഞ്ഞു തരുന്നത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളിത് നോട്ട് ചെയ്ത് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക.
അപ്പോൾ നിങ്ങൾക്ക് EWS കാറ്റഗറിയിൽ നിങ്ങൾക്ക് കിട്ടിയ റാങ്ക് ഏകദേശം 109 വരെ ആണെന്നുണ്ടെങ്കിൽ, അതായത് 101, 102, 103 അങ്ങനെ 109 മുന്നേ വരെയുള്ള റാങ്കാണ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഗവൺമെൻറ് സീറ്റ് ലഭിക്കുന്നതായിരിക്കും. അതേപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏത് കോളേജിലാണെന്ന് നമുക്ക് കറക്റ്റായിട്ട് പറയാനായിട്ട് സാധിക്കില്ല. അത് ചിലപ്പോൾ നിങ്ങൾ പ്രിഫറൻസ് വെച്ച അനുസരിച്ചൊക്കെ തന്നെ ആയിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടാവുക. അതേപോലെ തന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക, അതായത് നിങ്ങൾ ഓപ്ഷൻസ് കൊടുക്കുമ്പോൾ കറക്റ്റായിട്ട് തന്നെ എല്ലാ കോളേജസും തന്നെ, അതായത് ഗവൺമെൻറ് കോളേജസ് എല്ലാം തന്നെ കൊടുത്തിട്ടുണ്ടെന്നുള്ള കാര്യം ഉറപ്പ് വരുത്തുക. ഇനി നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും, തേർഡ് വരുന്ന സോഷ്യലി ആൻഡ് എഡ്യൂക്കേഷണലി ബാക്ക്വേർഡ് ക്ലാസ്സസ് SCBC ആണ്. ഇതിൽ നമുക്ക് ABCD എന്ന് പറഞ്ഞാൽ താഴോട്ട് കിടക്കുന്നതാണ് ആ ഒരു 30% വരുന്ന മൊത്തം. അതിൽ ഫസ്റ്റ് നമുക്ക് കാണാം ഈഴവ എന്ന് പറയുന്നത് 9%. അങ്ങനെ നമുക്ക് ഏകദേശം ABCDFGH I വരെ ഉണ്ട്. ലാസ്റ്റ് വരുന്നത് KU കുടുംബി എന്നുള്ള ആ ഒരു കാറ്റഗറിയാണ്. അതിന് ഏകദേശം 1% ആണുള്ളത്. അപ്പോൾ നമുക്ക് ഫസ്റ്റിലെ ഈഴവ കാറ്റഗറി തന്നെ ആദ്യം നോക്കാം. അത് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും 9% ആണ് വരുന്നത്. അപ്പോൾ നമ്മൾ ആദ്യമേ പറഞ്ഞു, അതായത് SCBCയിലെ 30% ആണ് ഇവിടെ ഓരോ കാറ്റഗറിക്കും ഡിവൈഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അതിൽ ഫസ്റ്റ് വരുന്നത് EZ ഈഴവയാണ്. അത് നമുക്ക് പെർസെൻറ്റേജ് നോക്കുമ്പോൾ 9% ആണ് വരുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ഏകദേശം ഈഴവയ്ക്ക് 9% സീറ്റാണ് വരുന്നത് ഗവൺമെൻറ്റിൽ. അപ്പോൾ 1090 ഡിവൈഡ് ബൈ 9 ചെയ്യുമ്പോൾ നമുക്ക് 98 ആണ് ലഭിക്കുന്നത്. അപ്പോൾ 97, 96, 98 വരെയുള്ള സ്റ്റുഡൻസിന് ഗവൺമെൻറ്റിൽ സീറ്റ് ലഭിക്കുന്നതായിരിക്കും. 98 വരെ റാങ്കുള്ള സ്റ്റുഡൻസിനായിരിക്കും ഗവൺമെൻറ്റിൽ ഈഴവ കാറ്റഗറിയിൽ സീറ്റ് ലഭിക്കുന്നുണ്ടാവുക. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇങ്ങനെ ഇതിൻ്റെ എല്ലാത്തിനും തന്നെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കും. ഇനി മുസ്ലിം കാറ്റഗറി നോക്കുമ്പോൾ അത് 8% ആണ് വരുന്നത്. അത് നമ്മൾ നോക്കിക്കഴിയുമ്പോൾ നമുക്ക് 87 ആണ് വരുന്നത്. അതിൽ നമുക്ക് 86, 85 അങ്ങനെ അത് 87 വരെ റാങ്കുള്ള കുട്ടികൾക്ക് മുസ്ലിം കാറ്റഗറി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗവൺമെൻറ്റിൽ സീറ്റ് ലഭിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതായത് റിസർവേഷൻ റാങ്ക് വരുന്നത് 87 അതേപോലെ തന്നെ അതിന് മുന്നേ 85, 86 അങ്ങനെ 87 വരെയുള്ള റാങ്കാണ് നിങ്ങൾക്ക് വരുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സീറ്റ് ലഭിക്കും. ഇനി നെക്സ്റ്റ് വരുന്നത് അതർ ബാക്ക്വേർഡ് ഹിന്ദു ആണ്. അവിടെ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് റാങ്ക് 32 വരെ വരുന്നവർക്കായിരിക്കും സീറ്റ് ലഭിക്കുന്നുണ്ടാവുക. റാങ്ക് 31, 32 ആ ഒരു റേഞ്ച് 32 വരെ റാങ്ക് വരുന്നവർക്ക് അവിടെ എന്ത് ചെയ്യാം, സീറ്റ് ലഭിക്കുന്നതായിരിക്കും. അതായത് ഗവൺമെൻറ്റിൽ സീറ്റ് ലഭിക്കുന്നതായിരിക്കും. ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലാറ്റിൻ കാത്തലിക് അതേപോലെ തന്നെ ആംഗ്ലോ ഇന്ത്യൻ, അവിടെ നമ്മൾ നോക്കുമ്പോൾ നമുക്കറിയാൻ സാധിക്കും അവിടെയും നമുക്ക് 3% തന്നെയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് ഇവിടെയും വരുന്നത്. അതേപോലെ തന്നെ ഇനി നെക്സ്റ്റ് വരുന്നത് ധീവര ആൻഡ് റിലേറ്റഡ് കമ്മ്യൂണിറ്റീസ് DV ആണ്. അവിടെ നമുക്ക് 2% ആണ് വരുന്നത്. അവിടെ നമ്മൾ ഡിവൈഡ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് 21 ആണ് വരുന്നത്. റാങ്ക് 21 വരെ ഉള്ളവർക്ക് ഗവൺമെൻറ്റിൽ സീറ്റ് ലഭിക്കുന്നതായിരിക്കും. അതേപോലെ തന്നെ ഇനി നെക്സ്റ്റ് വരുന്നത് വിശ്വകർമ്മ ആൻഡ് റിലേറ്റഡ് കമ്മ്യൂണിറ്റീസ് ആണ്. അവിടെ നമ്മൾ നേരത്തെ ധീവര ആൻഡ് റിലേറ്റഡ് കമ്മ്യൂണിറ്റീസിൽ പറഞ്ഞ പോലെ തന്നെ 2% തന്നെയാണ് വരുന്നത്. നേരത്തെ പോലെ തന്നെയാണ് ഇവിടെയും വരുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നത് കുശവൻ ആൻഡ് റിലേറ്റഡ് കമ്മ്യൂണിറ്റീസ് ആണ്. അത് 1% ആണ്. അതുപോലെ താഴോട്ട് വരുന്ന അതർ ബാക്ക്വേർഡ് ക്രിസ്ത്യൻ, കുടുംബി ഇതൊക്കെ തന്നെ 1% തന്നെയാണ്. അപ്പോൾ നമ്മൾ ഇവിടെ നോക്കുമ്പോൾ കാറ്റഗറി റാങ്ക് നമുക്ക് വരുന്നത് 10 ആണ്. അപ്പോൾ 10, 9, 8, 7 അങ്ങനെയുള്ള റാങ്ക് വരുന്ന കുട്ടികൾക്കെല്ലാം തന്നെ ഗവൺമെൻറ് സീറ്റ് ഉറപ്പായിട്ട് ലഭിക്കുന്നതായിരിക്കും. ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കുമ്പോൾ ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ്സ് മൊത്തം 10% ആണ് വരുന്നത്. അതിൽ ഫസ്റ്റ് വരുന്ന ഷെഡ്യൂൾഡ് കാസ്റ്റ് SC കാറ്റഗറിക്ക് 8% ആണ് വരുന്നത്. അപ്പോൾ അവിടെ നമുക്ക് റാങ്ക് വരുന്ന 87 ആണ്. അതായത് റാങ്ക് 87 വരെയുള്ള സ്റ്റുഡൻസിന് SC കാറ്റഗറി സ്റ്റുഡൻസിന് ഗവൺമെൻറ് സീറ്റ് ലഭിക്കുന്നതായിരിക്കും. ഇനി നെക്സ്റ്റ് വരുന്നത് ഷെഡ്യൂൾഡ് ട്രൈബ് ST കാറ്റഗറിയാണ്. അതെന്ന് പറയുന്നത് 2% ആണ്. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് അറിയാനായിട്ട് സാധിക്കും, അതായത് ഇവിടെ നമുക്ക് റാങ്ക് വരുന്നത് 21 ആണ്. അപ്പോൾ 21 വരെ റാങ്ക് വരുന്ന ST കാറ്റഗറിയിലെ സ്റ്റുഡൻസിന് ഉറപ്പായിട്ടും തന്നെ ഗവൺമെൻറ് സീറ്റ് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ എല്ലാവർക്കും തന്നെ ഏകദേശം ഗവൺമെൻറ് സീറ്റ് ലഭിക്കാനായിട്ടുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്.
അപ്പോൾ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇവിടെ ഞാൻ ഓരോ കാറ്റഗറി അനുസരിച്ചും കറക്റ്റായിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. അതേപോലെ തന്നെ നെക്സ്റ്റ് നിങ്ങൾക്ക് ഏത് വീഡിയോ ആണ് വേണ്ടതെന്ന് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം. അതേപോലെ തന്നെ എല്ലാ അപ്ഡേറ്റ്സിനും വേണ്ടിയിട്ടും ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ കാണുന്നവരെ ബൈ.